ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ക്ലാസ് ഓവർ. നമ്മൾ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ എന്ന ചാപ്റ്ററിനകത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ലെവൽ 3 ആണ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ലെവൽ 2 ടെസ്റ്റിലെ എക്സസൈസ് ക്വസ്റ്റ്യൻ തന്നെയാണ് അത് ചെയ്തേക്കണേണ്. ആ മോഡൽ ക്വസ്റ്റ്യൻസും ലെവൽ 2 കുറേ ചെയ്തിട്ടുണ്ട്. എന്നാലും നമ്മൾ പ്രീവിയസ് ഇയർ ഒന്നുകൂടി ഒന്ന് ചെയ്തു പോകാം. നമ്മുടെ വാക്ക് ഏതാ മക്കളെ? പെർമ്യൂട്ടേഷൻ ആണ്. അപ്പോൾ നമ്മൾ ആ വാക്ക് ആദ്യം എഴുതണം. പെർമ്യൂട്ടേഷൻ. നമ്മൾ ഏതൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാലും ഏതാണോ ആ നമ്മൾ പഠിച്ചേക്കണ വാക്ക് അത് ആദ്യം തന്നെ നമുക്ക് തന്നേക്കണ വാക്ക് അതാദ്യം തന്നെ എഴുതുക. ഇതിനകത്ത് എത്ര ലെറ്ററുകൾ ഉണ്ടെന്ന് എണ്ണി നോക്കുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 ലെറ്റേഴ്സാണ് ഈ വേർഡിനകത്തുള്ളത്. പെർമ്യൂട്ടേഷൻ എന്ന വേർഡിനകത്തുള്ളത്. ഇനി ഇവിടെ നോക്കുക, നമ്മളോട് പറഞ്ഞേക്കണത് വേർഡ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. വേർഡ് സ്റ്റാർട്ട് വിത്ത് എന്താണ്? സ്റ്റാർട്ട് വിത്ത് പി ആൻഡ് എൻഡ് വിത്ത് എസ് ആണ്. ഇനി ഹൗ മെനി വേസ് ക്യാൻ ദ ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് പെർമ്യൂട്ടേഷൻസ് ബി അറേഞ്ച്ഡ് ഇഫ് വേർഡ് സ്റ്റാർട്ട് വിത്ത് പി ആൻഡ് എൻഡ് വിത്ത് എസ്? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പം മൊത്തം ഇവിടെ എത്ര ലെറ്റേഴ്സാണ്? 12 ലെറ്റേഴ്സാണ് ഉള്ളത്. ഇനി ഏതെങ്കിലും ലെറ്റേഴ്സ് റിപ്പീറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കണം. ഏതൊക്കെ ലെറ്റേഴ്സാണ് റിപ്പീറ്റ് ചെയ്യണമെന്ന് നോക്കി. പി ഒരു പ്രാവശ്യമേ ഉള്ളൂ, അത് നമ്മൾ എഴുതി 1 പ്രാവശ്യം. ഇ എന്ന് പറഞ്ഞ 1 പ്രാവശ്യം. ആർ എന്ന് പറയുന്നത് 1 പ്രാവശ്യം. എം എന്ന് പറയുന്നത് 1 പ്രാവശ്യം. യു എന്ന് പറയുന്നത് 1 പ്രാവശ്യം. ടി എന്ന് പറയുന്നത് 2 പ്രാവശ്യമുണ്ട്. ടി 2 പ്രാവശ്യമുണ്ട്. ദെൻ അടുത്ത എ എന്ന് പറയുന്നത് നമുക്ക് 1 പ്രാവശ്യമേ ഉള്ളൂ. എ 1 പ്രാവശ്യം. ദെൻ ഐ എന്ന് പറയുന്നത് 1 പ്രാവശ്യം. ദെൻ ഒ 1 പ്രാവശ്യം. ഐ 1 പ്രാവശ്യം. ഒ 1 പ്രാവശ്യം. എൻ 1 പ്രാവശ്യം. എസ് 1 പ്രാവശ്യം. ഈ ലെറ്റേഴ്സ് എല്ലാം ഓരോ പ്രാവശ്യം. ആകെ റിപ്പീറ്റ് ചെയ്യണ വേർഡ് എന്ന് പറഞ്ഞാൽ ടി മാത്രമാണ് 2 പ്രാവശ്യം നമുക്ക് വരുന്നുള്ളൂ. അപ്പം നമ്മുടെ ഈ ഇത്രയും വാക്ക്, അതായത് പി സ്റ്റാർട്ട് വിത്ത് പി ആൻഡ് എൻഡ് വിത്ത് എസ് ആണ്. അപ്പം നമ്മുടെ പിയിൽ തുടങ്ങുന്നതും എസും എന്താണ്? ഇത് നമ്മൾ രണ്ടും 1 ആയിട്ട് വരും. കാരണം അത് രണ്ടും അവിടെ ഫിക്സഡ് ആണ്. ഫിക്സഡ് പ്ലേസിൽ നിൽക്കുന്നതിന് എപ്പോഴും നമ്മൾ 1 എടുക്കുള്ളൂ. അപ്പം 12 ലെറ്ററിൽ നിന്ന് ഈ ആകെ ഈ 2 ലെറ്റർ പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര വരും? 12 - 2 പോയ 10 ലെറ്റർ ആണ് ഇതിൻ്റെ ഇടയ്ക്ക്. പിക്കും എസും നിർത്തി കഴിയുമ്പോൾ ഈ പിക്കും എസിനും ഇടയ്ക്ക് വരുന്ന എത്ര ലെറ്റേഴ്സാണ്? 10 ലെറ്റർ ആണ് വരുന്നത്. കാരണം ഈ 2 ലെറ്ററും ഫിക്സഡ് ആണ്, അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വരുന്ന നമ്പർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 ഫാക്ടോറിയൽ. റിപ്പീറ്റഡ് ഫാക്ടോറിയൽ 2 ഫാക്ടോറിയൽ വരും. കാരണം നമ്മളിവിടെ ഏത് ലെറ്റർ ആണോ, ഇപ്പം ടി എന്ന് പറഞ്ഞൊരു ലെറ്റർ മാത്രമേ ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പം ഏത് ലെറ്റർ ആണോ റിപ്പീറ്റ് ചെയ്യുന്നത് അതിൻ്റെ ഫാക്ടോറിയൽ താഴെ വരും. മുകളിൽ നമുക്ക് ടോട്ടൽ ലെറ്ററും വരും. ഇവിടെ എന്തുകൊണ്ടാണ് ഈ 10 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ വരാൻ കാരണം അത്രയും നമ്പറുകൾ ഇതിനകത്ത് എഴുതാം. പിയും എസും നിർത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഫസ്റ്റ് ലെറ്റർ ഇ ആവാം, ഫസ്റ്റ് ലെറ്റർ ആർ ആവാം, ഫസ്റ്റ് ലെറ്റർ എം ആവാം. അങ്ങനെ ഏത് ലെറ്റർ വേണമെങ്കിലും ഫസ്റ്റും സെക്കൻഡും എല്ലാം മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. ഇത് മൊത്തം എഴുതാൻ പറ്റുന്ന കാര്യമല്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യണേ? അതായത് നമ്മൾ എത്ര എഴുതുന്ന കണ്ടുപിടിക്കണേ, ടോട്ടൽ നമ്പർ എത്രയാണോ അതിൻ്റെ ഫാക്ടോറിയൽ ബൈ റിപ്പീറ്റഡ് ഫാക്ടോറിയൽ ആണ്. അപ്പോൾ 10 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ വരും. ഇനി ഈ പിയും എസിനും ഒരിക്കലും മാറ്റമില്ല, അതവിടെ ഫിക്സഡ് ആയിട്ട് വെച്ചേക്കുമായിരിക്കും. അപ്പോൾ നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് വേസ് എത്രയായിരിക്കും മക്കളെ? ടോട്ടൽ നമ്പർ ഓഫ് വേസ് എന്ന് പറയുന്നത് കറക്റ്റായിട്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു പിയുടെ സ്ഥാനത്ത് 1 × 10 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ × 1 വരും. ഇതായിരിക്കും നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് വേസ്. ഇനി 10 ഫാക്ടോറിയലും 2 ഫാക്ടോറിയലും വെട്ടിക്കളയാൻ നമുക്ക്. അപ്പോൾ 2 വരെയുള്ള നമ്പർ പോകും. അപ്പോൾ 3 × 4 × 5 × 6 × 7 × 8 × 9 × 10 ആയിരിക്കും നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് വേസ് എന്ന് പറയുന്നത്. ഇതിനെല്ലാം പ്രോഡക്റ്റ് ചെയ്യണം. ഇത് പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണോ കിട്ടുന്നത് അതായിരിക്കും നമ്മുടെ പിക്കും എസിനും ഇടയ്ക്കുള്ള നമ്പർ എന്ന് പറയുന്നത്. നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ 18,14,400 ആണ്. നമ്മൾ ഇതിനെ ഇത്രയും പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ അത് നിങ്ങൾ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്താൽ മതി കേട്ടോ. നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദർ ആർ ഓൾവേസ് 4 ലെറ്റേഴ്സ് ബിറ്റ്വീൻ പി ആൻഡ് എസ് ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ. പിക്കും എസിനും ഇടയ്ക്ക് എത്ര ലെറ്റർ ഉണ്ട്? 4 ലെറ്റർ വെച്ചിരുന്നു. ഇതേ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്താണ്, ഓർക്കുന്നുണ്ടോ? അതായത് നമ്മൾ കോളത്തിലാക്കി 12 ലെറ്റേഴ്സ് നമ്മൾ അങ്ങനെ തന്നെ എഴുതി. അതായത് പി ആദ്യം പെർമ്യൂട്ടേഷൻ ഇ ആർ എം യു, അതായത് 4 ലെറ്റർ പിക്കും എസിനും ഇടയ്ക്കെന്ന് പറഞ്ഞാൽ അപ്പോൾ 1 2 3 4 ലെറ്റർ കഴിയുമ്പോൾ എസ് വരും. പിന്നെ ബാക്കി ലെറ്റേഴ്സ് നമ്മൾ അങ്ങനെ തന്നെ എഴുതി. പി ആർ എം യു എസ്. പിന്നെ ബാലൻസ് നമ്പേഴ്സ് വരുമ്പോൾ ഏതൊക്കെ? ടി എ ടി ഐ ഒ എൻ ഒ എൻ. ഇത്രയും ലെറ്റേഴ്സാണ് നമുക്ക് ഇവിടെ ഉള്ളത്. ഇതിനെ നമ്മളൊരു കോളത്തിലാക്കി. ഇതേ പ്രോബ്ലം നമ്മൾ ചെയ്ത് ഓർക്കുണ്ടോ എല്ലാവരും? ഇതിനെക്കുറിച്ച് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്തേക്കണം. അപ്പോൾ 1 2 3 4 5 6 7 8 9 10 11 12 ലെറ്റേഴ്സാണ്. അപ്പോൾ ഇവിടെ ആദ്യം നോക്കുക, പിക്കും എസിനും ഇടയ്ക്ക് 4 ലെറ്റർ. അപ്പോൾ കറക്റ്റ് ആയില്ലേ നോക്കിയേ. ഇനി രണ്ടാമത് എന്ത് വരും? വീണ്ടും ഈ പി രണ്ടാമത്തെ പ്ലേസിലേക്ക് വരും. അപ്പോൾ ഇവിടെ വരും. ഇവിടെ അപ്പോൾ എസ് എന്താവും? ഒരു പ്ലേസോടെ മാറും. എസ് ഇങ്ങോട്ട് വരും. അപ്പോൾ വീണ്ടും അപ്പോൾ 4 ലെറ്ററിൽ നോക്കി 1 2 3 4 ലെറ്റർ വരും. ഈ എസ് അങ്ങോട്ട് മാറും, അടുത്ത ലെറ്റർ ഇങ്ങോട്ട് മാറും. വീണ്ടും നമ്മൾ അടുത്ത ലെറ്റർ വരുമ്പോൾ ഇവിടെ പിയും എസും വരും. അടുത്ത ലെറ്റർ വരുമ്പോൾ പി യു എസും ഇവിടെ വരും. അടുത്ത ലെറ്റർ വരുമ്പോൾ പി യു എസും ഇവിടെ വരും. അടുത്ത ലെറ്റർ വരുമ്പോൾ പി യു എസും എവിടെ വരും? പി യു എസും ഇവിടെ വരും. അടുത്ത ലെറ്റർ വരുമ്പോൾ പി യു എസും എവിടെ വരും? ഇവിടെ വരും.
അങ്ങനെ മൊത്തം എത്ര ലെറ്റേഴ്സ് വരും? 7 ആണ്. 7 ഓർഡർ അവിടെ മോളി വരും. അതേപോലെ തന്നെ നമ്മളിവിടെ 4 ലെറ്റർ, ഇവിടെ എസ് വന്നു എസ്. അപ്പൊ എസ് 1 2 3 4 ലെറ്റർ, ഇവിടെ വീണ്ടും പി വരും. അങ്ങനെ മാറി ഇങ്ങോട്ടും തിരിച്ച് റിവേഴ്സ് 4 ലെറ്റർ വെച്ച് ഇവിടെ വരും. 4 ലെറ്റർ ഇങ്ങോട്ട് വരും. അപ്പൊ ഇങ്ങനെ 4 ലെറ്റേഴ്സ് ഇങ്ങോട്ട് വരച്ച് കഴിയുമ്പോൾ നമുക്ക് എന്താണ് കറക്റ്റായിട്ട് എത്രയും മുകളിലോട്ട് 4 എണ്ണം വരും. ഇവിടെ 1 2 3 4 ലെറ്ററിൻ്റെ ഇടയ്ക്ക് ടി വരും. ഇവിടെ പി വരും, ഇവിടെ എസ് വരും. പിന്നെ അടുത്തതിൽ വരുമ്പോൾ ഇവിടെ പി വരും, ഇവിടെ എസ് വരും. വീണ്ടും ഇവിടെ പി വരും, ഇവിടെ എസ് വരും. വീണ്ടും ഇവിടെ പി വരും, എസ് വരും. വീണ്ടും ഇവിടെ പി വരും, എസ് വരും. വീണ്ടും നമ്മൾ വരുമ്പോൾ പി വരും, എസ് വരും. വീണ്ടും നമ്മൾ വീണ്ടും പി ആൻഡ് എസ് വീണ്ടും കറക്റ്റ് വന്നില്ലേ നോക്കി. അപ്പോൾ മുകളിലോട്ട് 7, താഴോട്ട് 7, അങ്ങനെ ടോട്ടൽ എത്ര വരും? 7 2 7 വരും. 14 വരും. അപ്പോൾ 14 ടോട്ടൽ നമ്പർ ഓഫ് വേസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ടോട്ടൽ നമ്പർ ഓഫ് വേസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് വേസ് ഇസിക്കൽ ആദ്യത്തെ 14 വരും. 14 ഇൻറ്റു അപ്പോൾ ടോട്ടൽ എത്രയാണ്? പിയും എസും മാറ്റി നിർത്തി കഴിയുമ്പോൾ നമുക്ക് വരുന്ന ലെറ്റർ എന്ന് പറഞ്ഞാൽ 10 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ അല്ലേ? അപ്പോൾ 14 ഇൻറ്റു 10 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ ആയിരിക്കും നമുക്കിവിടെ വരുന്ന പ്രോഡക്റ്റ്. എന്തുകൊണ്ടാണ് ഈ ഇത്രയും നമ്പർ ഇവിടെ വരാൻ കാരണം? ഈ പി ക്യു എസിനും ഇടയ്ക്ക് എടുത്ത് കഴിയുമ്പോൾ ഈ ആദ്യം വരാം, ആർ ആദ്യം വരാം, എം ആദ്യം വരാം, യു ആദ്യം വരാം. ഈ നമ്പേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ മാറിക്കൊണ്ടിരിക്കുകയാണ്. എത്ര രീതിയിൽ എഴുതാമെന്നുള്ളതാണ്. ഇത്രയും രീതിയിൽ എഴുതാം, ഒരു പ്രാവശ്യം അല്ല. അപ്പോൾ അത്രയും രീതിയിൽ നമുക്ക് എന്ത് വരും? ടോട്ടൽ പെർമ്യൂട്ടേഷൻ വരും. അപ്പോൾ 14 ഇൻറ്റു 10 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്.